മാത്രമല്ല സ്വന്തം സഹോദരി ദിയ കൃഷ്ണയെയും വർഷങ്ങൾക്ക് മുൻപ് വ്യക്തിഹത്യ നടത്തിയിട്ടുള്ള ആളാണ് കുടുംബസ്നേഹിയെന്ന് സ്വയം പറഞ്ഞ് നടക്കുന്ന അഹാനയെന്ന് ഓക്കെ. അപ്പം ദിയ കൃഷ്ണ, ഒരു കാര്യം ഞാൻ പറയാം, ഈ ഒരു വിഷയം കാണാൻ താല്പര്യമുള്ളവർ മാത്രം കണ്ടാൽ മതി, അല്ലാത്തവർക്ക് പോവാം. ഇത് ഓരോ സബ്സ്ക്രൈബേഴ്സ് അയച്ചു തരുന്നത് വെച്ച് ഞാൻ ചെയ്യുന്നത് മാത്രമേ ഉള്ളൂ. ഞാൻ ഈ ഒരു കോണ്ടന്റ് വിട്ടതാണ്. അപ്പോഴും ചോദിക്കുന്ന ചേട്ടാ ഇതെന്താ സംഭവം, ഇതിനെക്കുറിച്ച് വല്ലതും അറിയാമോ എന്നൊക്കെ ചോദിക്കും. ഇപ്പം ഞാൻ ആദ്യത്തെ ഒരു ക്ലിപ്പ് ഞാൻ അതൊന്ന് വെച്ച് തരാം നിങ്ങൾക്ക്. അതെനിക്ക് പറയാനുള്ള കാര്യം എന്ന് വെച്ചാൽ എനിക്ക് വലുതായിട്ട് അതിനെക്കുറിച്ച് അറിയത്തില്ല. ഇപ്പം ദിയയ്ക്ക് മുമ്പ് റിലേഷൻ, അതൊക്കെ സോഷ്യൽ മീഡിയയിലുള്ളവർക്ക് കൂടുതലും അറിയാം മുമ്പത്തെ റിലേഷൻ. ആ സമയത്തൊക്കെ ഞാൻ ഈ പറയുന്ന യൂട്യൂബിലോ കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. കുറച്ച് കാര്യങ്ങൾ മാത്രം അറിയാം. അതിനിടയ്ക്ക് അഹാന എന്തോ മെസ്സേജ് അയച്ചതും സ്ക്രീൻഷോട്ടും ആ ഒരു വിഷയങ്ങളും കാര്യങ്ങളൊക്കെ ഇടയ്ക്കൊക്കെ ചർച്ച ആയത് ഇങ്ങനെ കേട്ടിട്ടുണ്ടായിരുന്നു. അതിനെക്കുറിച്ച് കൂടുതൽ ഞാൻ തപ്പാനോ തിരക്കാനോ പോയിട്ടൊന്നുമില്ല. എന്തായാലും ഞാൻ അതിനെക്കുറിച്ചൊന്ന് വെച്ച് തരാം. എന്തായാലും കുറേ അല്ലാതെ ഒരാൾ എനിക്ക് ഇന്നലെ മെസ്സേജ് അയച്ചിട്ട് ചോദിച്ചു, ഒന്ന് ആലോചിച്ച് നോക്കിയിട്ട് അനി ആ കൊച്ചു വീഡിയോ ഡിലീറ്റ് ചെയ്തിട്ട് പോലും ഈ കൊച്ചു എന്തുകൊണ്ട് ഡിലീറ്റ് ചെയ്തില്ല. ഞാൻ പറഞ്ഞ ആ വീഡിയോ കാണുന്നില്ല, അൺലിസ്റ്റർ ചെയ്തിട്ടേക്കോ അല്ലേ. അപ്പോൾ മറ്റേ കൊച്ചിനെ പത്രം മാത്രം ഒരു പ്രഷർ കൊടുത്ത് കാണുമല്ലോ. ആര്? തൻവിക്ക്. ഞാൻ പറഞ്ഞേ അങ്ങനൊന്നും ഉണ്ടാകത്തില്ല. കാരണം ഒരു വ്ളോഗർ ഈ പറയുന്ന കൂട്ട് ദിയക്കെതിരെ വീഡിയോസൊക്കെ ഇട്ട സമയത്ത് അവർ പോലീസിനെ കൊണ്ട് വിളിപ്പിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. പോലീസ് മാന്യമായിട്ടാണ് സംസാരിച്ചത്. അതും മാന്യമായിട്ട് തന്നെ സംസാരിക്കാവുള്ളൂ എന്നുള്ള രീതിയിൽ കൃഷ്ണകുമാറിൻ്റെ ഓർഡറും ഉണ്ടായിരുന്നു ആ ഒരു സമയത്ത്. അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്യുമോ എന്നൊക്കെ ഞാൻ ഇങ്ങനെ ചോദിച്ചപ്പോൾ ആൾക്കാർ അങ്ങനെ ചെയ്യും. കാരണം ആൾക്കാരുടെ രീതികളും മെൻറ്റാലിറ്റിയൊക്കെ അങ്ങനെയാണല്ലോ. ഓക്കെ, എന്തായാലും നമുക്ക് ആ ഒരു വീഡിയോയിലോട്ട് പോകാം. പിന്നെ തൻവിയുടെ ഭാഗത്താണ് ന്യായമുള്ളവർ മാത്രം ഒന്ന് ലൈക്ക് അടിച്ചാൽ മതി. കൂടെ ഒരു ഹൈപ്പും കൂടെ കൊടുത്തു. നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് വെച്ചാൽ അത് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുകയും കൂടെ ചെയ്യാം. ഞാൻ പറഞ്ഞത് താല്പര്യമുള്ളവർക്ക് മാത്രം കാണാം, അല്ലാത്തവർക്ക് പോകാം ഈ ഒരു കോണ്ടന്റ്. ഓക്കെ. മാത്രമല്ല സ്വന്തം സഹോദരി ദിയ കൃഷ്ണയെയും വർഷങ്ങൾക്ക് മുൻപ് വ്യക്തിഹത്യ നടത്തിയിട്ടുള്ള ആളാണ് കുടുംബസ്നേഹിയെന്ന് സ്വയം പറഞ്ഞ് നടക്കുന്ന അഹാനയെന്ന് റെഡിറ്റിൽ ചിലർ കുറിക്കുന്നുണ്ട്. ദിയുടെ മുൻ കാമുകന് അനിയത്തി വ്യക്തിഹത്യ ചെയ്ത് അഹാന അയച്ച മെസ്സേജുകളുടെ സ്ക്രീൻഷോട്ടുകൾ അന്ന് കണ്ടപ്പോൾ അഹാന അത് ചെയ്തെന്ന് വിശ്വസിക്കാൻ കഴിഞ്ഞിരുന്നില്ലെന്നും എന്നാൽ ഇപ്പോൾ നടക്കുന്ന കാര്യങ്ങളുമായി കൂട്ടി വായിക്കുമ്പോൾ ആ ചാറ്റുകൾ കൂടുതൽ വിശ്വസനീയമാകുന്നുവെന്നും കെ ഫാമിലിയുടെ ഫോളോവേഴ്സ് റെഡിറ്റിൽ കുറിക്കുന്നുണ്ട്. സ്വാഭാവിക നമുക്കാണെങ്കിൽ പോലും ഇന്നലെ ഒരു കാര്യം ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇല്ല, ഗ്യാസിന്റെ ഒരു ചെറിയൊരു പ്രൊമോഷൻ ചെയ്ത് കണ്ടില്ല അമ്മൂമ്മയെ വെച്ചിട്ട്. എൻ്റെ പൊന്നോ, എത്ര രീതിയിൽ ആൾക്കാരെ പറ്റിച്ചത്. അതുപോലെ ചിലപ്പോൾ ആവായിരിക്കാം. എനിക്ക് തോന്നുന്നു ആ സമയത്തും എനിക്ക് ഈ ഒരു വിഷയം, ഈ ചാറ്റിന്റെ സ്ക്രീൻഷോട്ടിന്റെ ഒക്കെ കുറച്ച് കാര്യങ്ങൾ ഉണ്ടായിരുന്നല്ലോ, അപ്പോഴും സപ്പോർട്ട് ചെയ്തത് ഈ അഹാനയ്ക്കാണെന്നാണ് എനിക്ക് അറിയാൻ കഴിഞ്ഞിട്ടുള്ള കാര്യങ്ങൾ. ഞാൻ അതിന്റെ കൂടുതൽ തിരക്കാനൊന്നും പോയിട്ടില്ല. അഹാനയ്ക്കായിരുന്നു കൂടുതലും സപ്പോർട്ടൊക്കെ. കാരണം ആ ഒരു വീട്ടിൽ അത്യാവശ്യം മെച്യൂരിറ്റി ആയിട്ടാണെങ്കിൽ കാര്യത്തിന് വേണ്ടി മാത്രം സംസാരിക്കുന്നത്, എന്തെങ്കിലും ഒരു അത്യാവശ്യം ഉണ്ടെങ്കിൽ മാത്രം വന്ന് സംസാരിക്കുന്ന ഒരു വ്യക്തിയാണ് നമുക്ക് എല്ലാവർക്കും അറിയാം. പിന്നെ പുള്ളിക്ക് ചെറിയൊരു കാര്യം ഈഗോ അടിച്ചു കഴിഞ്ഞാൽ പുള്ളി പിന്നെ അത് വെറുതെ വിടത്തില്ല. പുള്ളിയുടെ ശൈലി അങ്ങനെ. പണ്ടത്തെ ലവ് ലെറ്റർ എന്നും പറഞ്ഞ ഒരു വിഷയം ഉണ്ടായിരുന്നല്ലോ, അതിനെന്തൊക്കെയാണ് പുള്ളിക്കാരി കാട്ടിക്കൂട്ടിയെന്ന് ഞാൻ പറയാതെ തന്നെ എല്ലാവർക്കും അറിയുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ്. ഓക്കെ, ബാക്കി കൂടെ വെക്കാം. ദിയ കൃഷ്ണയുടെ മുൻ കാമുകൻ അഹാന്റെ സഹോദരിയെ കുറിച്ച് മോശമായി സംസാരിച്ച ചാറ്റുകളുടെ സ്ക്രീൻഷോട്ടുകൾ പുറത്തുവിട്ടത് ഓർമ്മ വരുന്നുണ്ട്. അതിനുശേഷം ഇതുവരെയും അഹാന ചെയ്ത ഓരോ കാര്യങ്ങളും ആ ചാറ്റുകൾ കൂടുതൽ വിശ്വാസയോഗ്യം ആക്കുന്നു എന്ന് തോന്നുന്ന രീതിയിലുള്ളതാണ്. മറ്റുള്ളവരെ ബുള്ളി ചെയ്യുന്ന ആളും സ്വന്തം അഭിപ്രായങ്ങളോട് യോജിക്കാത്തവരെ സഹിക്കാനാവാത്ത ആളും മറ്റുള്ളവരോട് നിരന്തരം അനാദരവോടെ പെരുമാറുന്ന ആളുമാണ് അഹാനയെന്ന് ഇപ്പോൾ തോന്നുന്നുണ്ട്. തീർത്തും നിലവാരമില്ലാത്ത പെരുമാറ്റം. അത് ഇടയ്ക്ക് സോഷ്യൽ മീഡിയയിൽ ഞാൻ പറഞ്ഞില്ലേ ആ ലവ് ലെറ്റർ എന്ന് പറയുന്ന ആ സംഭവത്തിൽ പുള്ളിക്കാരി കൊറോണ സമയത്ത് ചെയ്തതാണ്. ആ സമയത്ത് ഈ സിസ്റ്റേഴ്സ് എല്ലാവരും ഭയങ്കര സപ്പോർട്ടും കാര്യങ്ങളായിരുന്നു. പക്ഷെ പുള്ളി ആ ഒരു വീഡിയോ എടുത്ത് വെച്ച് നോക്കുമ്പോൾ മേക്കിംഗ് ഒക്കെ പക്കയായിരുന്നു. ആ ഒരു സംഭവം എന്താ പറയണ്ട, ആദ്യം ഇവരെ കുറ്റം പറഞ്ഞ ആൾക്കാരും ആ ഒരു വീഡിയോ കണ്ടപ്പോൾ ഇവരെ പോസിറ്റീവ് പറയാൻ തുടങ്ങി. ഇപ്പം ഞാനിപ്പോൾ നിരന്തരം ഇപ്പോൾ ഇവരുടെ വീഡിയോ ഇടുന്നു. ഇപ്പോൾ വന്നിട്ട് എന്നെക്കുറിച്ച് ഇവരൊരു വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ അതേ ഓഡിയൻസ് എന്നെ വന്നിട്ട് തന്തയ്ക്ക് വിളിക്കും. അങ്ങനെ കുറേ ആൾക്കാരുണ്ട്. പക്ഷേ ഞാനൊരു കാര്യം എടുത്തു പറയാം. ഇപ്പോഴത്തെ ഒരു കാര്യങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോൾ അന്ന് പറഞ്ഞതും പല കാര്യങ്ങളും ഇപ്പോൾ സത്യമാണ് എന്നുള്ള കാര്യങ്ങളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ചിലപ്പോൾ സത്യമായിരിക്കും ആ ചാറ്റിന്റെ വിഷയത്തിലാണ്. കാരണം ഇതിപ്പം കല്യാണത്തിന് മുമ്പുള്ള ഒരു ഇതാണ്. ഈ പറയുന്ന അഹാനയുടെ ദിയയുടെ കല്യാണത്തിന് മുമ്പുള്ള ഒരു ഇതാണ്. ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കിയേ നിങ്ങൾ. കഴിഞ്ഞ ഒരു 26 ഇയേഴ്സ് എൻ്റെ ലൈഫ് എങ്ങനെയായിരുന്നോ അതിൽ ഒരു ചെറിയ വ്യത്യാസം ഉണ്ടാകും in a few hours. So yeah, that kind of feels weird. ഓക്കെ, ഇത് വെഡിങ്ങിൻ്റെ കാര്യമാണ് പറയുന്നത്. അപ്പോൾ ഇതിന് മുമ്പ് ഞാൻ അറിഞ്ഞൊരു വിഷയം എന്ന് വെച്ചാൽ കല്യാണത്തിന് മുമ്പാണെങ്കിൽ ഇവർ തമ്മിൽ ഉടക്കാണെന്നാണ്. കല്യാണ സമയത്താണ് മിണ്ടുമൊക്കെ ചെയ്തതെന്നാണ് പറയുകയൊക്കെ ചെയ്യുന്നത്. തീ ആണെങ്കിലും ആഹാനാണെങ്കിൽ പോലും നല്ല ഉടക്കും കാര്യങ്ങളൊക്കെയാണ്. ആ പുള്ളിക്കാരി ഇപ്പം ഒരു വ്ളോഗിൽ വന്നിട്ട് കാണിക്കുന്ന എക്സ്പ്രഷനൊക്കെയാണ്.
ഇതിൻ്റെയൊക്കെ ആ തൊലിക്കെട്ടിയൊക്കെ സമ്മതിക്കണം, ഉള്ള കാര്യം പറയാല്ല. പിന്നെ ഇപ്പം എന്താ പറയണ്ടേ, എന്താ ഈ ഒരു വിഷയം കാണണം എത്രയും പെട്ടെന്ന് കേട്ടാ. ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇതുപോലുള്ള 3 ദിവസം ഇതുപോലെ എനിക്ക് വന്ന് അതിൽ പങ്കെടുത്ത് ഇതുപോലെയൊക്കെ എനിക്ക് ഡാൻസ് ചെയ്യണം. അതിന് അന്ന് ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്യും. ഇനിയിപ്പോ എടി വസന്തേ എന്താ പറയാ, മീനാക്ഷി എന്റെ കല്യാണത്തിന് ഞാൻ നിന്നെ വിളിക്കൂല. നീ എന്റെ കാലിൽ വീണ് മാപ്പ് പറയണം, അല്ലാതെ നിന്നെ എന്റെ കല്യാണത്തിനൊന്നും വിളിക്കൂല. എന്റെ കല്യാണത്തിന് നീ വരികയും ചെയ്യരുത്, അത് പറയാനും കൂടെയാണ് ഞാൻ വന്നതെന്ന് പറഞ്ഞു. അയ്യോ മോളെ, ഞാൻ നിന്റെ കല്യാണത്തിന് വരില്ല, നീ എന്നെ വിളിക്കുകയും വേണ്ട. 75 വയസ്സായ എനിക്ക് ഇനി എന്തോന്ന് കല്യാണത്തിന് കൂടാ മക്കളെ, അതുകൊണ്ട് ഞാൻ മക്കളെ വിളിക്കുകയും വേണ്ട, ഞാൻ വരികയില്ല മോനെ എന്ന് ഞാൻ അമ്മൂമ്മയുടെ ഡാൻസ് ഒക്കെ കണ്ടില്ലേ അല്ലേ? ഇപ്പം നമ്മൾ പറയുമ്പോൾ നമ്മൾ കളിയും ശരിയായിട്ടൊക്കെ സംസാരിക്കുകയൊക്കെ ചെയ്യുമ്പോഴും അന്ന് അവർ ആ സംസാരിച്ചത് അവരുടെ പെയിനാണ്, അത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഞാനും ഒരുപാട് അവളെ പറഞ്ഞിട്ടൊക്കെ ഉണ്ട്, പക്ഷെ ഇന്ന കാരണം കൊണ്ട് അതൊക്കെ പറയുമ്പോഴത്തേക്ക് ഒന്ന് ആലോചിച്ച് നോക്കിയേ. പിന്നെ വസ്തുവിൻ്റെ കാര്യങ്ങളൊക്കെ കമൻറ്റ് ബോക്സിലിടുന്നു, എന്തിനാണോ അതൊക്കെ നാട്ടുകാർക്ക് എങ്ങനെ അറിയാമെന്ന് ഞാൻ ആലോചിച്ച് നോക്കി. അതൊക്കെ സത്യമാണോ സത്യാവസ്ഥയാണോ എന്നൊക്കെ നമുക്കറിയത്തില്ല. പക്ഷെ സോഷ്യൽ മീഡിയയിൽ കൂടുതലും അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഈ പറയുന്ന ചെന്നൈയിലെ പ്രോപ്പർട്ടിയുടെ കാര്യങ്ങളൊക്കെ സംസാരിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അതങ്ങാണ്ട് അപ്പൂപ്പനങ്ങാണ്ട് വിട്ടിട്ട് മോക്കങ്ങാണ്ട് കൊടുത്തെന്നോ എന്തൊക്കെയോ ഉണ്ട് ഇതിൻ്റെ ഇടയിലൊക്കെ. അതാണ് കൂടുതലും കലിപ്പെന്നും കുറേ ആൾക്കാർ പറയുകയൊക്കെ ചെയ്യുന്നുണ്ട്. അതിൻ്റെ കാര്യങ്ങളൊന്നും നമുക്കറിയത്തില്ല. പിന്നെ അതുപോലെ തന്നെ സിന്ധു കൃഷ്ണയുടെ ഇന്നത്തെ ഒരു പോസ്റ്റ് ഉണ്ടായിരുന്നു. ഞാൻ ആ പോസ്റ്റ് മാറ്റിയായിരുന്നു. അതിനകത്ത് മിസ്സിയോ ഓസി എന്നൊക്കെ പറഞ്ഞിട്ട് പുള്ളിക്കാരി ഇട്ടിട്ടുണ്ടായിരുന്നു. ഞാൻ ആ പോസ്റ്റ് നോക്കുവാണെങ്കിൽ നിങ്ങൾക്ക് സൈഡിൽ വെച്ച് തരാം. ഒരു അഭിപ്രായ വ്യത്യാസം വരുന്ന കാര്യമാണ്. ഹൗസിംഗ് വീട്ടിലുള്ളപ്പോൾ സ്വിഗ്ഗിയുടെ ആൾക്കാർ വന്നുകൊണ്ടേയിരിക്കും, അല്ലെങ്കിൽ ഹൗസി വെളിയിൽ നിന്ന് വരുമ്പോൾ സാധനങ്ങൾ മേടിച്ചുകൊണ്ടിരിക്കും. ഞാൻ പറയുന്നത് ഹൗസി നമ്മുടെ വീട്ടിൽ വരുമ്പോൾ ചിക്കനെ കൊള്ള ഹൗസി വെളിയിൽ നിന്ന് ചിക്കൻ കറി വന്നിട്ട് എന്താ ഹൗസി ഇങ്ങനെ ചെയ്തെന്ന് ചോദിക്കുമ്പോൾ ഹൗസി കാര്യം അറിയില്ല. പണ്ട് ഹൗസി മറ്റേ ഈ സ്വിഗ്ഗിയിൽ ഓർഡർ ചെയ്യുമ്പോൾ ഹൗസി സാമ്പാർ വരെ ഓർഡർ ചെയ്യും. എൻ്റെ ഹൗസി സാമ്പാറാ കൊള്ളാലോ, നൈസ് ഫാമിലി. എന്തായാലും ആദ്യം ഫിഷ് ഫ്രൈ ഓർഡർ ചെയ്യും. വീട് സാമ്പാറുണ്ടോ? ഇല്ല, എന്ത് സാമ്പാറില്ലോ ആണോ? ഉടനെ അവിടെ അടുത്ത സാമ്പാർ ഓർഡർ ചെയ്യും. അപ്പോൾ ഓസിയുടെ ഭക്ഷണങ്ങൾ നമുക്കിങ്ങനെ വരുന്നത് പലതായിട്ട് കൊണ്ടുവരില്ല. ഒരു സ്വിഗ്ഗിയുടെ ആളായിരിക്കാം, പല ഹോട്ടലിലും പലത്. ഒരിടത്ത് മീൻ ഫ്രൈ, ഒരിടത്ത് സാമ്പാർ, ഒരിടത്ത് ചോറ്. അവിടെ എന്നിട്ട് നമ്മൾ വീട്ടിൽ ചോറ് ചെയ്താൽ എനിക്കിത് ചുമന്ന ചോറ് കഴിക്കാനായിട്ട് പോകും, അത് ഓർഡർ ചെയ്യും. അപ്പോൾ ചോറ് വരും. ഓസി അപ്പച്ചിട്ട് എന്തോ ഗുസ്തിയായിരിക്കും. ഓസി ഇതുപോലെ പുറത്തുനിന്ന് ഒത്തിരി ഫുഡ് ഓർഡർ ചെയ്യും. അതെന്താന്ന് വെച്ചാൽ കുറേ കാര്യങ്ങളൊക്കെ കുഞ്ഞിനെ മുതൽ ചിട്ടയും കാര്യങ്ങളൊക്കെ കൊടുക്കണമായിരുന്നു മേഡം. അതാണ് പറഞ്ഞു മനസ്സിലായോ? നമ്മൾ എല്ലാം മുന്നിൽ വെച്ച് കൊടുക്കുമ്പോൾ ആലോചിച്ച് നോക്കണം. അതാണ് നാളെ ഇതൊക്കെ ഇല്ലാണ്ട് വരുമ്പോൾ ഉള്ള ഇതൊന്നും അവർക്ക് അറിയത്തില്ലല്ലോ. എല്ലാം നമ്മൾ മുന്നിൽ വെച്ച് കൊടുക്കുമ്പോൾ ഓരോ ഇഷ്ടത്തിന് ഓരോ കാര്യങ്ങൾ ചെയ്ത് കൂട്ടുന്നുണ്ട്. ഓക്കെ, ഇതൊക്കെ നോർമലായിട്ടുള്ള കാര്യം എന്നും പറഞ്ഞ് തള്ളിക്കളയാം. അല്ലാതെ ഇപ്പം എന്ത് ചെയ്യാനാണ്? ഇതൊക്കെ ചോദിക്കാൻ നീ ആരാണെന്ന് വെച്ചാൽ നമുക്കൊന്നും പറയാനും പറ്റത്തില്ല. ഞാൻ പറഞ്ഞില്ല, ഈ ഒരു കോണ്ടന്റ് ജസ്റ്റ് ഒരു കോണ്ടന്റ് മാത്രം, ഞാൻ എന്തോ ഒന്ന് പറഞ്ഞു പോകുന്നത് മാത്രമേ ഉള്ളൂ. അമ്മുവിനെ കുറിച്ച് പ്രത്യേകിച്ചൊന്നുമില്ല, നിങ്ങളൊക്കെ വിചാരിക്കുന്നതൊക്കെ തന്നെയാണ് അമ്മു. നമുക്ക് അമ്മ കുറച്ചുകൂടെ വലിയ ഒന്നും ഹൈഡ് ചെയ്യാത്ത ഒരാളാണ്. whatever she is, that's what we see. എന്റെ അമ്മൂമ്മേനെ കുറിച്ച് പറയാനാണ് എനിക്ക് കുറ്റം പറയാനൊക്കെ ആഗ്രഹമില്ല, പക്ഷെ she's a very problematic person. She's a very difficult to address person. അമ്മുവിന്റെ ഒടുവിധപ്പെട്ട ഇമോഷൻസ് എല്ലാം ഓൺ സോഷ്യൽ മീഡിയ ഷീസ് ഓൾറെഡി ഷോഡ് ഇറ്റ്. ഓക്കെ, ഇത് കറക്റ്റായിട്ട് ഇന്ന് ഒരു ഇൻസ്റ്റയിൽ ഒരു വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു. ഒരു ചേച്ചി നല്ല രീതിയിൽ ഇതിനെക്കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അതും കൂടെ ഞാനൊന്ന് വെച്ച് തരാം. അതൊന്ന് തീർന്നു കിട്ടിയപ്പോഴാണ് അടുത്ത അമ്മൂമ്മയുടെ കാര്യങ്ങൾ. എന്താ ചെയ്യുക? ഈ വീട്ടിലെ കാര്യങ്ങളൊക്കെ വീട്ടിലൊതുക്കാൻ പോലെ എന്തിനാ ഈ നാട്ടുകാരെ അറിയിച്ച് അവരുടെ വാങ്ങിപ്പിക്കുന്ന ചീത്ത കൂടി കേൾക്കുമ്പോൾ എന്ത് സമാധാനമാണ് അവർക്ക് കിട്ടുന്നത്? ഇന്ന് ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത് അറ്റൻഷൻ സിൻഡ്രോം ബാധിച്ച ഒരു ഫാമിലിയാണ്. അച്ഛൻ തൊട്ട് കൊച്ചുമക്കൾ മുതൽ ഇപ്പൊ ഗ്രാൻഡ്മാ വരെ പറയുന്നു എന്നെ ചീത്ത വിളിക്കൂ നാട്ടുകാരെ, എന്നെ ചീത്ത വിളിക്കൂന്ന്. അപ്പൊ എങ്ങനെ നമ്മൾ ശ്രദ്ധിക്കാതിരിക്കും? നിങ്ങൾ തന്നെ അമ്മായി അമ്മയെ അമ്മ എന്ന് വിളിക്കില്ല എന്ന വലിയൊരു നാടകത്തിന് ശേഷം അടുത്ത നാടകമാണ് സ്വന്തം ഗ്രാൻഡ്മയെ എടി അവളെ വേറെ എന്തൊക്കെയോ വിളിക്കുന്നുണ്ട്. അത് ഗ്രാൻഡ്മ തന്നെ ഇനി എന്റെ ജീവിതത്തിലില്ല. ഇനി നിനക്ക് എനിക്ക് മെസ്സേജ് അയക്കാൻ സാധിക്കില്ല. ഞാൻ നിന്നെ ബ്ലോക്ക് ചെയ്യുന്നു. അതൊക്കെ എന്നും രാവിലെ കേൾക്കാൻ ഒരു അതിമനോഹരമായ പാട്ട്. ഇത് നാട്ടുകാർ കേട്ടാൽ നിന്നെ ചൂല് വെച്ചയക്കും. അത് ഓർത്തു വെച്ചോ. വൃത്തികെട്ട സ്ത്രീയെ, നിന്റെ എല്ലാ ബന്ധുക്കൾക്കും ഓരോ കോപ്പി വീതം അയച്ചിട്ടുണ്ട്. എല്ലാവരും കേൾക്കട്ടെ നിന്റെ പാട്ട്. ഞാൻ വിശദീകരിച്ച കാര്യങ്ങളൊന്നും പറയണ്ട, കാരണം ഈ ലോകം മുഴുവൻ അറിഞ്ഞ ഒരു കഥയാണ് അഹാന കൃഷ്ണ ആൻഡ് ഫാമിലി ഇഷ്യൂസ്. പണ്ടൊക്കെ നമ്മുടെ വീട്ടിലൊക്കെ എന്തെങ്കിലും അച്ഛനും അമ്മയും തമ്മിൽ വഴക്കുണ്ടായോ, അല്ലെങ്കിൽ അമ്മയും മക്കളും തമ്മിൽ വഴക്കുണ്ടായാലോ, ചേട്ടനും ചേച്ചിയും തമ്മിലൊക്കെ വഴക്കുണ്ടായോ, അത് നമ്മുടെ ഫാമിലിയിൽ തന്നെ മാത്രം ഒതുങ്ങുന്ന ഒരു കാര്യമാണ്. ഞാനൊരു സാധാരണ കുടുംബത്തിലെ ഒരാളാണ്. എന്റെ വീട്ടിൽ ഞാനൊക്കെ ഉറക്കെ സംസാരിച്ചാൽ അമ്മ എന്നിട്ട് പറയും അയൽവക്കത്തുള്ളവർ കേൾക്കും പതുക്കെ പറ.
ഇത് ഇവരുടെ പ്രശ്നം നാട്ടുകാരും കൂടി കേട്ടിട്ട് അഭിപ്രായം പറയണം. അഭിപ്രായം മാത്രമല്ല, നാട്ടുകാർ ചീത്തയും വിളിക്കണം, എങ്കിലും ഇവർക്ക് സമാധാനം ആവത്തുള്ളൂ. എന്ത് നാളെ ഫാമിലി ആണോ അയ്യോ ആലോചിക്കാൻ വയ്യ. കാരണം എല്ലാ വീടുകളിലും പ്രശ്നങ്ങൾ ഉണ്ടാവുന്ന വീടുകളാണ്. അത് നാട്ടുകാരെ അറിയിക്കേണ്ട ആവശ്യമില്ലല്ലോ. നമ്മുടെ വീട്ടിൽ ഉള്ള പ്രശ്നങ്ങൾ നമ്മുടെ വീട്ടിൽ മാത്രമല്ലേ ഒതുങ്ങേണ്ടത്. അതറിയാലോ, ഇത് സോഷ്യൽ മീഡിയയില ഈ അമ്മൂമ്മയുടെ കഥകൾ മൊത്തം എടുത്തിട്ട് അഹാനയാണ്. നാട്ടുകാർ സൈബർ പുള്ളി എന്നും കരുതിയിട്ടാണ് പുള്ളി ഇതെല്ലാം വിളിച്ചു പറയുകയൊക്കെ ചെയ്തത്. പിറ്റേന്ന് അമ്മൂമ്മ വന്ന ഒരു വീഡിയോ ഇട്ടപ്പോഴത്തേക്ക് എല്ലാ കാര്യവും തകടം മറിഞ്ഞു. ഇതുവരെ കൊണ്ടുവന്ന ആ ഒരു ഇമേജ് ഒറ്റയടിക്ക് ഇല്ലാണ്ടാക്കിയെന്ന് വേണമെങ്കിൽ പറയാം. എത്ര പണമുണ്ടോ, പ്രശസ്തി ഉണ്ടോ, സെലിബ്രിറ്റി ആണോ എന്ന് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. എന്തെങ്കിലും കുടുംബ പ്രശ്നം ഉണ്ടായാൽ ഒന്നീ ഫാമിലി ഗ്രൂപ്പിലൂടെ അത് പറയാം, അല്ലെങ്കിൽ കുടുംബക്കാരെല്ലാം വിളിച്ചു വരുത്തി അത് പറയാം. ഇതൊന്നും അല്ല. അവർ വിചാരിച്ചു എളുപ്പത്തിൽ എല്ലാവരെയും വിളിച്ച് വെറുതെ ടൈം കളയണ്ട, ഒരു ക്യാമറയും വെച്ച് ഓപ്പൺ ആയിട്ടിരുന്ന് പറഞ്ഞാൽ നാട്ടുകാരും അറിയും, അറിയേണ്ട എല്ലാ കുടുംബക്കാരും അറിയും. ആരെങ്കിലും നാട്ടിക്കാനുണ്ടെങ്കിൽ ചുളുവിന് അവരെയും നാട്ടിക്കാം. സിന്ധുകൃഷ്ണയുടെ അമ്മ എങ്ങനെയും ആവട്ടെ, എത്ര ദുഷ്ടയാവട്ടെ, അത് സ്വന്തം അമ്മ തന്നെയല്ലേ. സ്വന്തം മകളെ കൊണ്ട് തന്നെ ഇരുത്തി വീഡിയോ എടുപ്പിച്ച് സ്വന്തം അതാണ് പോയിന്റ്. ഞാനത് പറയാൻ വിട്ടു. സ്വന്തം മകളെ കൊണ്ട് തന്നെ, അത് ആ ഫ്രണ്ടിൽ തന്നെ ഇരിപ്പുണ്ടായിരുന്നു. ആ ഒരു സിന്ധു വന്നിട്ട് ഓരോന്ന് പറഞ്ഞു കൊടുക്കുന്നു. അങ്ങനെയാണ്, ഇങ്ങനെയാണ്, മറ്റെയാണ്, മറിച്ചാണെന്ന് ഓരോ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുകയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. ഏറ്റവും കൂടുതൽ എനിക്ക് ആ ഒരു വീഡിയോ സങ്കടം തോന്നിയൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ തുണിയുടെ കേസ് കേട്ടില്ല. ഈ തുണിയെല്ലാം കൊണ്ട് മേടിച്ചു കൊടുത്ത് അവർ പോകാൻ നേരത്തെ ഈ തുണിയെല്ലാം കൂടെ എടുത്തുകൊണ്ട് പോകുമ്പോഴേ ഒരു വഴക്കിട്ടെന്ന് പറഞ്ഞപ്പോൾ ഈ തുണി സാധനവും മണിയെല്ലാം കൂടെ എടുത്തുകൊണ്ട് പോകുമെന്ന് പറയുമ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. അങ്ങനെ കുറേ ആൾക്കാരുണ്ട്. എല്ലാ വീട്ടിലും ഇതുപോലൊക്കെ ചില കാര്യങ്ങളൊക്കെ നടന്നു പോവുക ചെയ്യും. പക്ഷേ ഇത് സോഷ്യൽ മീഡിയ വന്നിട്ട് ആ അമ്മൂമ്മ അത്രയും ഇതാക്കുമ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. ഞാൻ എൻ്റെ ഗ്രൂപ്പിൽ തന്നെ ഇപ്പം അഹാന പറഞ്ഞ എൻ്റെ ഗ്രൂപ്പിൽ തന്നെ ഞാൻ എൻ്റെ വോയിസും കാര്യങ്ങളൊക്കെ ഇടുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം തന്നെ ഞാൻ ആലോചിച്ചു അഹാനയ്ക്ക് അത്രമാത്രം മെച്യൂരിറ്റി ഉള്ളൂ എന്നുള്ള രീതിയിലാണ് ഞാനത് കണ്ടപ്പോൾ തോന്നിയൊരു കാര്യമാണ്. പിന്നെ കുഴിയിലോട്ട് കാലെടുത്ത് വെച്ചിരിക്കുന്ന ഒരു സ്ത്രീ എന്നുള്ള രീതിയിൽ ആ അമ്മയെ സംസാരിക്കുമ്പോൾ നമുക്ക് ആർക്കും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. ഞാൻ അതും എൻ്റെ വീഡിയോ പറഞ്ഞു. പക്ഷേ ആ രണ്ടാമത്തെ വീട്ടിൽ ഇവരെ സപ്പോർട്ട് ചെയ്തിട്ട് സംസാരിച്ചത്. കാരണം എന്ന് വെച്ചാൽ സിന്ധുകൃഷ്ണയ്ക്ക് നല്ല സൈബർ ബുള്ളിങ് ഉണ്ടായിരുന്നു ഈ ഒരു വിഷയത്തിലാണ്. അപ്പം അങ്ങനെ വെച്ച് നോക്കുമ്പോൾ ഒരു മകൾ എന്ന നിലയിൽ അവൾ വന്നിട്ട് സംസാരിച്ചു. പക്ഷെ ഇതിന്റെ ബാക്ക് സ്റ്റോറി എന്താണെന്ന് പിന്നെ അമ്മൂമ്മ വന്ന് പറഞ്ഞപ്പോഴാണ് എൻ്റെ കിളി പോയത്. കുടുംബത്തെ ഒക്കെ ഒന്ന് നാറ്റിക്കുമ്പം അയ്യേ ഒരു ഉളുപ്പെന്ന് പറഞ്ഞൊരു സാധനം ഇല്ലേ. ഇതിനെക്കാട്ടിയും മക്കളെ പീഡിപ്പിക്കുന്ന അമ്മമാരും ഒക്കെ ഈ ലോകത്തുണ്ട്. അവര് പോലും ഇതുപോലെ വന്നിരുന്ന് ഇങ്ങനെ ഒരു വീഡിയോ ഇട്ട് പറയുന്നില്ല. റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന എല്ലാ ആൾക്കാരും ഈ ഒരു ഫാമിലി ഇഷ്യൂസിനെ കുറിച്ച് ഓൺലൈൻ മീഡിയാസ് വരെ വലിയ വലിയ ന്യൂസ് ഒക്കെ ആയിട്ടാണ് ഇതിനെ കുറിച്ച് ആഘോഷിച്ചത്. ഇനി ഞാനും കൂടി ആണെന്ന് തോന്നുന്നു ലാസ്റ്റ് ചെയ്തത് ഈ വീഡിയോ. ഇതോടുകൂടി ഇവരുടെ കുടുംബ ചരിത്രത്തെ കുറിച്ച് ഉള്ള കഥകൾ നാട്ടിലങ്ങ് പാട്ടാക്കുന്നത് സ്റ്റോപ്പ് ആക്കണമെന്ന് പറയാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഓക്കെ നമ്മൾ ചെയ്തേക്കാം. എന്ത് ചെയ്യാനാ, നമ്മൾ ഇതിനെ കുറിച്ച് സംസാരിച്ച് കഴിയുമ്പോഴും ആൾക്കാർ മെസ്സേജ് അയക്കും. ഉള്ളവരും പറയല്ലോ എന്തായി ബാക്കി കാര്യങ്ങൾ എന്നൊക്കെ നമ്മളോടാ ചോദിക്കുന്നത്. അല്ല, നമുക്കറിയാവുന്ന കാര്യങ്ങൾ നമ്മൾ പറയുകയൊക്കെ ചെയ്യും. കൂടുതലൊന്നും ചരിത്രമൊന്നും തികയാനൊന്നും നമ്മൾ പോയിട്ടൊന്നുമില്ല. അറിയാൻ കഴിയുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ പറയുകയൊക്കെ ചെയ്യും. ഓക്കെ, ഇത് ഇവരുടെ അത്ര തിരക്കേണ്ട മാത്രം കേസ് കേട്ടാണെന്നൊന്നും എനിക്ക് തോന്നിയിട്ടൊന്നുമില്ല. അഥവാ വന്ന് പറഞ്ഞാലും നാണം കെട്ട കേസ് കേട്ടോ ഉള്ള കാര്യം പറയാമല്ലോ. ഇതൊക്കെ നമ്മളോട് ചോദിക്കുമ്പോൾ ചേട്ടാ ഇതെന്താ സത്യാവസ്ഥ? ആ തുടക്കം തന്നെ ബോയ് ഫ്രണ്ടിന്റെ പുതിയ ആൾക്കാർക്കൊന്നും അറിയത്തില്ലല്ലോ. ഇവരെ 2 വർഷം മുമ്പ് ഫോളോ ചെയ്ത ആൾക്കാർക്കൊന്നും ആ കഥകളൊന്നും അറിയത്തില്ല. ദിയയുടെ വിഷയത്തിൽ അഹാന ഇടപെട്ട കാര്യങ്ങളൊന്നും എനിക്കും വലുതായിട്ടൊന്നും അറിയത്തൊന്നുമില്ല. അപ്പം ഞാൻ ജസ്റ്റ് പറഞ്ഞു പോകുന്നത് മാത്രമേ ഉള്ളൂ. ഓക്കെ ഗൈസ്, അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യാം. ഐ ലവ് യു ഗൈസ്.